അഡ്വക്കേറ്റ് അരുൺകുമാറിലേക്ക് പോകുന്നു. അരുൺ, ഇപ്പോൾ ജയകുമാർ എന്ന പേരിലേക്ക് എത്തുകയാണ്. ജയകുമാറിലൂടെ വിവാദങ്ങൾക്ക് തടയിടാൻ കഴിയും എന്നതായിരിക്കുമല്ലേ ആ ഒരു പേര് നിർദ്ദേശിക്കുന്നതിന് കാരണമായിട്ടുണ്ടാവുക? ഇതൊക്കെ ഗവൺമെന്റ് അതാത് സമയത്ത് എടുക്കുന്ന തീരുമാനമാണല്ലോ. അതിൽ നമുക്ക് അഭിപ്രായം പറയാൻ ഒരു റോളുമില്ല. ഇവിടെ ഈ ചർച്ചയുടെ ഭാഗമായി ബഹുമാനപ്പെട്ട നിരീക്ഷകൻ ശ്രീ എൻ ശ്രീകുമാറും അതുപോലെ തന്നെ ദേവസ്വം ചീഫ് വിജിലൻസ് ഓഫീസറും പറഞ്ഞ ചില കാര്യങ്ങളിൽ കൃത്യമായിട്ട് തന്നെ അഭിപ്രായമുണ്ട്. അപ്പൊ അവർ പറയുന്നത് ഹൈക്കോർട്ട് ഈസ് ന്യൂട്രൽ എന്നാണ് പറയുന്നത്. അതുകൊണ്ട് കേന്ദ്ര അന്വേഷണ ഏജൻസിക്ക് കൊടുക്കണം എന്നൊരാൾ അവകാശപ്പെടുമ്പോൾ മറ്റേയാൾ പറയുന്നു ഇത് മുഖ്യമന്ത്രിയുടെ ഓഫീസിൽ നിന്ന് ഇടപെടുന്നു. പ്രതിപക്ഷ നേതാവ് പറഞ്ഞ വാചകങ്ങൾ കൃത്യമായിട്ട് ആവർത്തിക്കുകയാണ്. ഞാൻ അങ്ങയുടെ ശ്രദ്ധയിലേക്ക് ഈ മിനിങ്ങാന്ന് വന്ന ഹൈക്കോടതിയുടെ ഇടക്കാല ഉത്തരവിന്റെ പേജ് 15 പാരഗ്രാഫ് നമ്പർ 13 ഒരു സെന്റൻസ് വായിക്കാം. ടുഡേ when the matter was taken up, the team of officers heading the special investigation team SIT appeared before us. We have interacted with them in camera. A report detailing the process of the investigation in crime number such and such has also been placed before us. We have perused the report and find that the investigation is proceeding on the right lines. ഈ അന്വേഷണം കൃത്യമായ ദിശയിലാണ് എന്ന് ഹൈക്കോടതി ആ ഇടക്കാല ഉത്തരവിന്റെ പാരഗ്രാഫ് 15-ാം പേജിൽ 13 കൃത്യമായി പറഞ്ഞു. അതിനുശേഷം നടത്തിയ ഇൻവെസ്റ്റിഗേഷനെ കുറിച്ച് കൃത്യമായി ഓരോ പാരഗ്രാഫ് വൈസ് വിവരിച്ചിട്ടുണ്ട്. ഇനി ശ്രദ്ധ കേന്ദ്രീകരിക്കേണ്ട കാര്യം കൃത്യമായിട്ട് തന്നെ വിശദീകരിച്ചിട്ടുണ്ട്. നമുക്കറിയാം, ഇതിൽ ഉണ്ണികൃഷ്ണൻ പോറ്റി അറസ്റ്റ് ചെയ്ത് ഇപ്പോൾ ജയിലിലാണ്. അതുപോലെ ശബരിമലയുടെ അഡ്മിനിസ്ട്രേറ്റീവ് ഓഫീസർ ജയിലിലാണ്. അതുപോലെ ഇപ്പോൾ അറസ്റ്റ് ചെയ്തിരിക്കുന്നത് തിരുവിതാംകൂർ ദേവസ്വം ബോർഡിന്റെ, അതായത് 1250 അമ്പലങ്ങളുടെ മുകളിലുള്ള തലവനായിട്ടുള്ള ദേവസ്വം ബോർഡിന്റെ എക്സിക്യൂട്ടീവ് ഓഫീസർ സുധീഷ് കുമാർ ജയിലിലാണ്. അതുപോലെ തിരുവാഭരണം കമ്മീഷണറെ ഇപ്പൊ അറസ്റ്റ് ചെയ്ത് അദ്ദേഹവും ജയിലിലാണ്. അതായത് ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഏറ്റവും പ്രധാനപ്പെട്ട റോള് വഹിച്ച ആളുകളാണ് നിയമത്തിന്റെ മുന്നിൽ വന്നിരിക്കുന്നത്. അതേപോലെ ഇവിടെ 2 FIR രജിസ്റ്റർ ചെയ്തു. ആദ്യത്തെ FIR-ൽ 10 പ്രതികളുടെ പേര് പറയുന്നുണ്ട്. ആ 10 പ്രതികളുടെ പേരിൽ കൃത്യമായി അവരുടെ റോള് FIR-ന്റെ ലിസ്റ്റ് ഓഫ് ദി അലിഗേഷനിൽ വളരെ കൃത്യമായി സൂചിപ്പിച്ചിരിക്കുന്നു. നമ്മൾ എല്ലാ ഘട്ടത്തിലും ചർച്ചയുടെ ഭാഗമായി ഉന്നയിച്ച 5 ചോദ്യമാണ്. ഒന്ന്, ദേവസ്വം ബോർഡ് എടുത്ത തീരുമാനത്തിൽ മിനിറ്റ്സിന് വിരുദ്ധമായി എങ്ങനെയാണ് ഇത് സ്വർണ്ണപ്പാളി എന്നുള്ളത് മാറ്റി ചെമ്പാക്കി മാറ്റിയത്? 2, എങ്ങനെ ഇത് പ്രൊമൈസസിൽ നിന്ന് പുറത്തു കൊണ്ടുപോയി? 3, എങ്ങനെ 39 ദിവസം ഇത് കൈവശം വയ്ക്കാൻ ഉണ്ണികൃഷ്ണൻ പോറ്റിക്ക് കൈവശം വയ്ക്കാൻ അവസരം കിട്ടി? 4, എന്തുകൊണ്ടാണ് തൂക്കവ്യത്യാസം 4 കിലോ തൂക്കവ്യത്യാസം വന്നത്? 5, ഇത് സ്വർണം പൂശി തിരിച്ചു കൊണ്ടുവന്ന് റീപ്ലേസ് ചെയ്യുമ്പോൾ എന്തുകൊണ്ട് അതിന്റെ തൂക്കം എടുത്തില്ല, അത് മഹസറിൽ രേഖപ്പെടുത്തിയില്ല? ഈ 5 ചോദ്യങ്ങൾക്കും ആ സമയത്ത് ഉത്തരവാദിത്തം ഉണ്ടായിരുന്ന ഉദ്യോഗസ്ഥന്മാർ, ഉയർന്ന ഉദ്യോഗസ്ഥൻ മുതൽ ഏറ്റവും താഴെയുള്ള ഉദ്യോഗസ്ഥൻ വരെ എല്ലാവരും പ്രതിപട്ടികയിൽ ഇടം പിടിക്കുന്നതാണ് നാം കണ്ടത്. കോടതി പരിശോധിക്കുന്നു. വേറൊരു കാര്യം കൂടി, അങ്ങിപ്പോൾ ഉദ്ധരിച്ച ഈ റിപ്പോർട്ടിലെ ചില ഭാഗങ്ങളിൽ പറഞ്ഞ മറ്റു ചില കാര്യങ്ങൾ കൂടിയുണ്ടല്ലോ. 2025 2024 നടന്ന കാര്യങ്ങൾ കൂടിയുണ്ട്. ഇതിപ്പോൾ എല്ലാ ഘട്ടത്തിലും ദേവസ്വം മന്ത്രിയായാലും സർക്കാരായാലും പ്രതികരിച്ചുകൊണ്ടിരുന്ന പഴയ കാലം 2019 കാര്യം അത് പരിശോധിക്കട്ടെ എന്നുള്ളതാണ്. പക്ഷേ നിലവിലെ ദേവസ്വം ബോർഡിലെ പിഴവുകളും ഈ റിപ്പോർട്ടിൽ എണ്ണി പറയുകയാണ്. ഒന്ന്, മിനിറ്റ്സിൽ രേഖപ്പെടുത്തുന്നില്ല. പ്രധാനപ്പെട്ട യോഗം ചേർന്ന ശേഷം അത് രേഖപ്പെടുത്തില്ല എന്നുള്ള പ്രധാനപ്പെട്ട ഒരു കാര്യം. രണ്ടാമത്തെ കാര്യം, എന്തിന് ഈ ആരോപണ വിധേയനായ ഷെയ്ഡി ക്യാരക്ടറുള്ള പോറ്റിക്ക് വീണ്ടും അത് കൊടുത്തുവിട്ടു എന്നുള്ള ചോദ്യം ഉന്നയിക്കുന്നുണ്ട്. അവിടെ നിലവിലെ ദേവസ്വം പ്രസിഡന്റും ഇപ്പോൾ PS പ്രശാന്തും പ്രതിക്കൂട്ടിലാണ്. അപ്പോൾ ഈ വാസുവിൽ ഒതുങ്ങില്ല, പിന്നീട് പത്മകുമാറിൽ ഒതുങ്ങില്ല, അതിനുശേഷം ഒരുപക്ഷെ പ്രശാന്തിലേക്കും എത്തും എന്നതിന്റെ സൂചനകൾ ആ റിപ്പോർട്ടിലില്ലേ? അതങ്ങ് വായിച്ചില്ലേ? മുഴുവൻ റിപ്പോർട്ടും വായിച്ചു. ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഈ കുറ്റകൃത്യവുമായി ബന്ധപ്പെട്ടുകൊണ്ട് ആരൊക്കെയുണ്ടോ അവരെയൊക്കെ നിയമത്തിന്റെ മുന്നിൽ കൊണ്ടുവരണം. കൃത്യമായി പോലീസും ഗവൺമെന്റും അതിന് പൂർണ്ണ പിന്തുണ കൊടുക്കുന്നു. ഒരു ഘട്ടത്തിൽ പോലും സംസ്ഥാന ഗവൺമെന്റ് ഈ ഇൻവെസ്റ്റിഗേഷനിൽ ഇടപെടുന്നില്ല. മുഴുവൻ ഹൈക്കോടതിയാണ് സർവൈലൻസിൽ മുന്നോട്ട് പോകുന്ന നേതൃത്വം കൊടുക്കുന്നത്. ഇവിടെ കൃത്യമായി ഏതെങ്കിലും തരത്തിൽ ഗൂഢാലോചനയോ ഏതെങ്കിലും തരത്തിൽ ലാപ്സോ കുറ്റകരമായിട്ടുള്ള വീഴ്ചയുണ്ടെങ്കിൽ പരിശോധിച്ചോട്ടെ. ഇപ്പോൾ ഉയർന്ന ഉദ്യോഗസ്ഥന്മാർ മുതൽ ഇതുമായി ബന്ധപ്പെട്ട മുഴുവൻ ആളുകളും പ്രതിപട്ടികയിൽ വരുമ്പോഴും ഇപ്പോൾ ബഹുമാനപ്പെട്ട എൻ ശ്രീകുമാർ എന്താ പറഞ്ഞ് LDF ചർച്ച ചെയ്തോ? CPM സംസ്ഥാന സെക്രട്ടേറിയറ്റിന്റെ അജണ്ട എന്താണ്? അത് CPIയുടെ ഘടകകക്ഷിയില്ലേ? അതുപോലെ R ബൈജുവും അതുപോലെ തന്നെ മറ്റേ KS ബൈജു ആരാണ് INTUCയുടെ നേതാവ്? ഇതൊന്നും ഒരു പ്രശ്നമല്ല മിസ്റ്റർ. അന്വേഷണം നടത്തട്ടെന്ന്. ഇത് ശബരിമലയുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഒരു നയാ പൈസ നഷ്ടപ്പെടാൻ പാടില്ല. ഒരു തരത്തിലും ശബരിമലയുടെ പൊതുസ്വത്ത് നഷ്ടപ്പെടുന്ന സാഹചര്യം ഉണ്ടാകാൻ പാടില്ല. ആ അയ്യന്റെ സ്വത്തുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഗൂഢാലോചന നടത്തിയവർ ആരായാലും നിയമത്തിന്റെ പിന്നിൽ കൊണ്ടുവരട്ടെ. അപ്പൊ ആ സമയത്തെല്ലാം ദേവസ്വം ബോർഡിന് തലവന്മാരായവർ പ്രതിയാവാത്തത് എന്തുകൊണ്ട്?
ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം അന്വേഷണ ഏജൻസിക്ക് സ്വതന്ത്രമായിട്ട് മുന്നോട്ട് പോകാം, ഏത് തരത്തിലും അന്വേഷിക്കട്ടെ. ഇപ്പൊ ഇൻ ക്യാമറ പ്രൊസീഡിംഗ്സിന്റെ ഭാഗമായി അന്വേഷണ ഏജൻസി കൊണ്ടുവരുന്ന റിപ്പോർട്ട് ഹൈക്കോടതി വിശദമായി പരിശോധിക്കല്ലേ. അവിടെ ഗവൺമെന്റ് പ്ലീഡർ ഇല്ല, അവിടെ ദേവസ്വം ബോർഡിന്റെ സ്റ്റാൻഡിംഗ് കൗൺസിൽ പോലും കോടതിയിൽ പ്രവേശിക്കാൻ അനുവാദമില്ല. ഒരു സൈഡിൽ കോടതിയും ഒരു സൈഡിൽ അന്വേഷണ ഉദ്യോഗസ്ഥന്മാർ മാത്രമേ ഉള്ളൂ. അവരെയാണ് നേരിട്ട് കേൾക്കുന്നത്, അവരുടെ റിപ്പോർട്ടാണ് പരിശോധിക്കുന്നത്. ആ റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിൽ എവിടെ വേണമെങ്കിലും പോകട്ടെ. നിലവിലെ ബോർഡിൽ നിങ്ങൾക്ക് പൂർണ്ണ വിശ്വാസമായിരുന്നു, ആ വിശ്വാസത്തിന്മേലാണ് കോടതി സംശയം ഉന്നയിച്ചിരിക്കുന്ന ഒരു പ്രധാന പ്രശ്നമാണല്ലോ. ഡിബേറ്റ് വിത്ത് സ്മൃതി പരുത്തിക്കാട്.